നമ്മുടെ കുടുംബം വളരെ നല്ല രൂപത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, സ്നേഹത്തിലും കരുണയിലാണ് പടച്ചവൻ കുടുംബത്തെ പണിതിട്ടത് എന്നറിയാം. പക്ഷേ ഇതൊക്കെ ഇപ്പറഞ്ഞതുപോലെയുള്ള വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആ കുടുംബത്തെ നയിക്കുന്ന ആൾക്കാർക്ക് നല്ല അറിവ് അത്യാവശ്യമാണ്. അറിവ് കൊണ്ട് സംവദിക്കുന്ന ആൾക്കാരായി മാറുമ്പോഴേ, അതുപോലെ തന്നെ ശരിയായ അറിവിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കും നല്ല അറിവ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് ശരിക്കും മക്കൾ നല്ല നിലപാടുള്ളവരായി മാറുക, തൻ്റേടുള്ളവരായി മാറുക. ഇത്തരത്തിൽ വളരെ ശ്രേഷ്ഠമായ സമ്പാദ്യമാണ് അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അറിവ് ശേഖരണത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെയും തന്നെ ഇത്തരത്തിൽ, ഒരുപക്ഷെ എല്ലാവർക്കും വായിച്ചിട്ടും പഠിച്ചിട്ടുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ക്ലാസ്സുകൾ കേട്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ മാർഗത്തിൽ വന്ന് ഒരുപാട് അറിവിൽ മുൻപന്തിയിലെത്തിയ, ഒരുപക്ഷെ പഠിക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്തവരെക്കാൾ കൂടുതൽ ഇത്തരത്തിൽ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത് വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഈ തസ്കിയത്ത് സംഗമം തന്നെ എത്ര വർഷമായിട്ട് മലപ്പുറം വെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് അറിവ് കേട്ട് ശീലിച്ച ആൾക്കാരാണ് ഒരുപക്ഷെ ഖത്തീബുമാരായിട്ട് മിമ്പറിലൊക്കെ കയറുന്നത്. അവരൊരു പക്ഷേ അറബി കോളേജിൽ പോയി പഠിച്ചിട്ടോ അത്തരത്തിലുള്ള അറിവ് നേടിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഈ രൂപത്തിൽ പഠിച്ചു വന്ന എത്രയോ ആൾക്കാർ, അത് പ്രഭാഷണ കലകളിലായാലും എഴുത്തിൻ്റെ മേഖലയിലായാലും ഒരുപക്ഷെ കേവലം ഒരു 10th വരെ പഠിച്ച ആൾക്കാർ വരെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ വഴി, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴി, എഴുത്തിൻ്റെയും പ്രഭാഷണത്തിൻ്റെയും പല പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിലേക്ക് എത്തുകയും എന്നിട്ട് ഇതൊക്കെ പഠിക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തവരേക്കാൾ അവരെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് ഇവരൊക്കെ മികവ് പുലർത്തുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാറുണ്ട്. ശരിക്ക് അറിവുള്ള ഒരു സ്ത്രീ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അറിവുണ്ടാകുമ്പോൾ അത് ഒരു നല്ലൊരു കർഷകനെ പോലെയാണ്. ഏത് തരം വിത്ത് ഇറക്കണമെന്ന് ആദ്യം പഠിക്കുന്നു കർഷകൻ. ഏത് തരത്തിൽ അതിൻ്റെ മണ്ണ് ഉഴുത്, ഏത് തരത്തിൽ അതിനെ വിത്തും വളവും ചേർത്ത്, എത്ര അളവിൽ വളം ചേർക്കണം, എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം, എത്രമാത്രം അതിന് സൂര്യപ്രകാശം ലഭിക്കണം എന്ന് അറിവുള്ള ഒരു കർഷകനെ പോലെയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ധാരണയുള്ള അറിവുള്ള ഒരു മാതാവായി മാറുക, ഒരു സ്ത്രീയായി മാറുക, ഒരു പുരുഷനായി മാറുക, ആരായാലും. അതുപോലെ അങ്ങനെ അവർ ആ കൃഷി ഇറക്കുമ്പോഴേ അത് തലമുറകളിലേക്ക് അവരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന, തലമുറകളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കപ്പിത്താനെ പോലെയാണ്. ആ ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ ഒരു കാറ്റിലും കോളിലും എല്ലാം പെട്ട് ആടി ഉലഞ്ഞാലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ തൻ്റെ ഇടത്തോടു കൂടി കരുത്തോടു കൂടി പോകുന്ന ഒരു കപ്പിത്താനെ പോലെയാണ്. അവിടെയാണ് ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോഴേ സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരി, അവർ കാണിച്ചിരിക്കുന്ന ആർജവം, അതായത് സുബൈർ ബിൻ അൽ അവ്വാം എന്ന മഹാനായ സഹാബിയെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു കണിശക്കാരിയായ ഉമ്മയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ കുറഞ്ഞതും നേരത്തെ മാഷ് പറഞ്ഞ പോലെ അരുത്, നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്താണ് നമ്മളുള്ളത്. ആ നോ എന്ന് പറഞ്ഞാൽ 1000 നോകളിൽ ഒരു നോ മാത്രമായിട്ട്, ഒട്ടും ശബ്ദമില്ലാത്തൊരു നോ ആയിട്ട്, അരുത് എന്ന് പറയുന്നത് അങ്ങനെയായിട്ട് ലയിച്ചു പോവുകയാണ്. സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് അവർ തൻ്റെ മകനെ വളർത്തുന്ന നേരങ്ങളിൽ ആയോധന കലയിൽ അഭ്യാസം, എങ്ങനെയാണ് ശത്രുസംഘത്തിലൊക്കെ പിടിച്ചു നിൽക്കേണ്ടതും അഭ്യസിക്കേണ്ടതും അവരോട് ഏറ്റുമുട്ടേണ്ടതും എന്നൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിയായിരുന്ന സുബൈർ ബിൻ അൽ അവ്വാം പലപ്പോഴും ഒരു പക്ഷേ ഒരു ഉദാസീനഭാവവും ഒരു അലസതയൊക്കെ കാണിക്കുമ്പോൾ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. ചരിത്രം പറയുന്നത് ആ സമയത്ത് അവരോട് ആൾക്കാർ പറയത്രേ, നിങ്ങൾ ഒരു ഉമ്മയുടെ ശിക്ഷയല്ല കേട്ടോ കുട്ടിക്ക് കൊടുക്കുന്നത്, ഒരു ഉമ്മയാവുമ്പോഴൊരു കനിവോട് കൂടിയൊക്കെ അല്ലേ ശിക്ഷിക്കുക, അത് ഞാൻ ശിക്ഷിക്കുന്നത് എൻ്റെ കുട്ടി നാളെ കരുത്തനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ശിക്ഷണമാണ് എന്നാണ് സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഒരു നോ നാളേക്ക് ആ കുട്ടിയെ ശരിക്കുള്ള വഴിയിൽ നിർത്താൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു ശക്തമായ നോ തീർച്ചയായും കുട്ടിയെ വളരെ പ്രശസ്തനോ മഹാന്മാരോ ആക്കി മാറ്റുമെന്നുള്ളതാണ്. അതിന് വീടുകളിൽ മഹാന്മാരെ സൃഷ്ടിക്കുന്ന മഹദികൾ ആവശ്യമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട്
എൻ്റെ കുട്ടിയെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത്, ഏത് വയസ്സ് മുതൽക്കാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കുട്ടിക്ക് എത്ര വയസ്സായി? 1 വയസ്സായി. വൈകിപ്പോയി എന്നാണ് പറഞ്ഞത്. വൈകിപ്പോയി എന്ന് പറഞ്ഞത് അത് നീ കുറച്ച് വൈകിപ്പോയി, കാരണം ആ കുട്ടിയെ കുറച്ചുകൂടി നേരത്തെ വളർത്താൻ തുടങ്ങണം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആ കുട്ടിയെ കുറച്ചുകൂടി നേരത്തെ വളർത്താൻ തുടങ്ങണം, അതിൻ്റെ ഉമ്മയെ ആദ്യം വളർത്തണം എന്ന്. ആ ഉമ്മ ശരിയാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല മക്കൾ ലോകത്ത് മഹാന്മാരെയും മഹദിമാരെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരുപക്ഷെ അറിയപ്പെടാത്തൊരു മഹദിയായിരിക്കും വീട്ടിലുള്ള ഉമ്മ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഉപ്പയെപ്പോലുള്ള ഒരു വരനെയാണ് വേണ്ടത് എന്ന് പറയുന്ന പോലെ എനിക്കെൻ്റെ ഉമ്മയെപ്പോലുള്ള ഒരു ഭാര്യയാണ് വേണ്ടത് എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തേണ്ടതുണ്ട്. ഈ സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബാണ് ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ പല സഹാബി വനിതകളുടെയും ചരിത്രം കേട്ടെത്ര പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. ഇവരാണ് ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇട്ട് കുറേ സഹാബാക്കൾ അങ്ങ് ഓടിയപ്പോൾ ആ തിരിഞ്ഞോടുന്ന സഹാബ വൃന്ദത്തിൽ നിന്ന് ഒരു കുന്തം പിടിച്ചെടുത്തിട്ട്, എന്ത് ഭീരുക്കളാണ് നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്ന് ഇൻസൾട്ട് ചെയ്യുന്നൊരു വാക്ക് പറയുന്നുണ്ട്. അത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രഹരമായിട്ട് മാറുകയാണ്. അവിടുന്ന് ആ കുന്തമെടുത്തിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങോട്ട് ഓടുക. അപ്പോൾ റസൂൽ വിളിച്ച് പറയുന്നുണ്ട്, സുബൈർ, ഉമ്മയെ തടയണം. ഉമ്മ വല്ലാത്ത ഒരു ആവേശത്തിൽ എന്നെ സംരക്ഷിക്കാൻ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടയാൻ ഒരു കാരണമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ട് ആ മയ്യത്തിനെ വികൃതമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വയറ് കീറിയിട്ട് കരള് ചൂഴ്ന്നെടുത്തിട്ട് ചവച്ചു തുപ്പിയ ഹിന്ദിൻ്റെ ചരിത്രം നമുക്കറിയുന്നതാണ്. സഹോദരി ഇത് കാണുമെന്ന് പേടിച്ചിട്ട് ഉമ്മയോട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പറയണമെന്ന്. അപ്പോൾ ഇവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഹംസ കൊല്ലപ്പെട്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഷഹാദത്താണ്, ഷഹീദായത് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്നെ തടയാൻ നോക്കണ്ട എന്നുള്ളതാണ്. ഈ ഒരു ധീരതയാണ് സത്യത്തിൻ്റെയും നേരായ മാർഗത്തിലും നമുക്ക് വേണ്ടത്. ഇതേ സുബൈർ ബിനുൽ അവ്വാമിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ സുബൈർ, അവരെ ഇതുപോലെ ആ പാരമ്പര്യം ഈ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് സത്യവും അറിവും അത്തരത്തിൽ സ്നേഹവും വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ പിന്നീട് വളർന്നു വരുന്ന ഫലങ്ങളെല്ലാം, ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ വളർന്നു വരുന്നതെല്ലാം ഈ ഒരു ഗുണം കാണിക്കും. ഈ അറിവിൻ്റെ, ഈ തൻ്റെ ഇടത്തിൻ്റെ, ധീരതയുടെ, നമ്മളെ കുടുംബങ്ങൾ, തറവാടുകൾ, പാരമ്പര്യം പരിശോധിച്ചത് മനസ്സിലാകും. അവർ ഈ ഗുണങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മകനെയാണ് അസ്മാ ബിന്ത് അബീബക്കർ, അദ്ദേഹം സുബൈർ ബിൻ അൽ അവ്വാം വിവാഹം ചെയ്യുകയും അബ്ദുല്ലാഹ് ബിൻ സുബൈറിന് ഇതുപോലുള്ള ശിക്ഷണമാണ് അവർ നൽകുന്നത്. അവിടെ യുദ്ധക്കളത്തിലേക്ക് പോകാൻ ഒരു പക്ഷേ ജസ്റ്റ് ഒന്ന് ശങ്കിച്ചു നിൽക്കുന്ന മോനോട് അസ്മാ ബിന്ത് അബീബക്കർ പറയുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട് ഉമ്മ, ഒരു ചിന്ത. അപ്പോൾ പറയാണ്, നീ അസത്യത്തിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ഒരു പക്ഷേ ജീവിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നീ ശങ്കിക്കുകയാണെങ്കിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടലാണ് കേട്ടോ ഉമ്മക്കിഷ്ടം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹിളകൾ കുടുംബം ഭരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള മഹിളകളുടെ കീഴിൽ മക്കൾ വളരുമ്പോൾ നാളേക്കും നല്ല ജീൻ, നല്ല പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന തലമുറകളുണ്ടാകും. സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബാണ് ഖന്തക് യുദ്ധത്തിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെയും ഈ അമ്മായിയെയും മക്കളെയൊക്കെ സ്ത്രീകളെ ഒരു കോട്ടക്കുള്ളിൽ സുരക്ഷിതരാക്കിയിട്ട്, ആണുങ്ങളൊന്നുമില്ല, അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ആ പോയതിന് ശേഷം ജൂതന്മാരിത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചാരപ്പണിക്ക് വന്നു ആ കോട്ടയുടെ ചുറ്റും. ആ സമയത്ത് അവിടെ ജെൻസ് ആരുമില്ല. സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് അവരിങ്ങനെ എല്ലാതും നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ആ നിരീക്ഷണം പാടവും മറ്റുള്ള വനിതകളൊന്നും അവർക്കൊന്നും ഇല്ലാത്ത തരത്തിൽ അവർ ചുറ്റും ഇങ്ങനെ കണ്ണോടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാളൊക്കെ ഇങ്ങനെ കാണുന്നത്, കോട്ടയ്ക്ക് ചുറ്റും ഒരാളിങ്ങനെ നടക്കുന്നത് കാണുന്നത്. അവിടെ കാര്യം മനസ്സിലാക്കി, ഇത് ചാരപ്പണിയാണ്, ഇത് ഉപദ്രവിക്കാൻ വന്നതാണ്. എന്താണ് ഇവിടെ ആണുങ്ങളുണ്ടോ എന്നറിയാൻ എല്ലാവരും യുദ്ധത്തിന് പോയെന്ന സമയത്ത് പിന്നെ ഇവരെ വകവരുത്താൻ, തടവിലാക്കാനൊക്കെ ഒരു പക്ഷേ കാര്യം അറിയാൻ വന്നതായിരിക്കും. ഉടനെ തന്നെ ഇവർ ചിന്തിച്ച് അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്. അവരുടെ തലപ്പാവൊക്കെ കെട്ടി നല്ലൊരു കടാരയൊക്കെ എടുത്തുകൊണ്ട് ഉറച്ച കാൽവപ്പോടുകൂടി പുറത്തേക്ക് അവർക്ക് പോവുകയാണ്. പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്ന് എത്തി ഈ വ്യക്തിയുടെ അടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് തന്നെ ഇട്ടൊരടി കൊടുക്കുകയാണ്.
മൂർധാവിന് തന്നെ ഇട്ടങ്ങ് കുത്തി. എന്നിട്ട് ചരിത്രം പറയുന്നത് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പാക്കുന്നത് വരെ അവരെ കുത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം അവിടെ മരിച്ചുപോയി. അപ്പം മറ്റ് ചാരന്മാരുണ്ട്, ഇദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ച് വരികയാണ്. ഇക്കാഴ്ചയാണ് കാണുന്നത്, ആര് ചെയ്തു എന്തു ചെയ്തു എന്നറിയില്ല. അപ്പോഴവരൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് ഒരിക്കലും ഇവിടെ കുറച്ച് ആണുങ്ങളെ ആക്കാതെ പോവുകയൊന്നും ചെയ്യില്ല എന്ന്. അങ്ങനെ പറഞ്ഞ് അവർ ഭയന്നിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ധാരണകൾ ഉള്ള തൻ്റെയുള്ള വീട്ടിലെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ഉമ്മക്ക് തന്നെ ഇത്ര തൻ്റെടമാണെങ്കിൽ ആ മക്കൾക്ക് എത്രമാത്രം സത്യത്തിൻ്റെ കാര്യത്തിൽ തൻ്റെടമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അറിവ് എന്നുള്ളത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ പോയി നിങ്ങൾ തേടണമെന്നാണ് ഇസ്ലാമിൻ്റെ അനുശാസനം, നമ്മോടുള്ള കൽപ്പന. അറിവില്ലേ, നിങ്ങൾ അറിവ് ആർജിക്കണം. അതുകൊണ്ടാണ് നമ്മെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അറിവില്ലേ, എന്നാൽ അറിവുള്ളവരോട് സാമ്യപ്പെടുത്താൻ പറ്റൂല. അത് രണ്ടും ഒരിക്കലും തുല്യമാവില്ല എന്ന്. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ശരിയായ അറിവിലൂടെ, ഏതെങ്കിലും അറിവും തെറ്റിദ്ധാരണകളും തെറ്റായ അറിവുകളും മക്കളിലേക്ക് പകരലല്ല, ശരിയായ അറിവ് ആർജിച്ചെടുത്ത് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാനുള്ള കെൽപ്പ് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം നമുക്ക് ക്ഷമ ആവശ്യമാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ആ കുട്ടിക്കാലത്തെ പറ്റിയുള്ള ഒരു ആയത്താണ് ഞാനിവിടെ ഓതി വെച്ചത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിൻ്റെ സഹനം എത്രത്തോളം ആണ് എന്ന് നമുക്കെല്ലാ ചരിത്രം അറിയാം. ആ സമയത്ത് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു ദിവ്യബോധനത്തിൻ്റെ ഒരു ഉറപ്പിലാണ് ഈ കുഞ്ഞിനെ ഒരു ബോക്സിലാക്കിയിട്ട് പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലൊഴിക്കുന്നത്. അതാണെങ്കിൽ ആ വർഷമാണെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ഈ കുഞ്ഞുങ്ങളെ വല്ലാതെ കൊല്ലുന്നത് പ്രഖ്യാപിക്കുന്നത്. ഈ വർഷം മൂസ അലൈഹി ഇസ്ലാം ജനിച്ച ആ വർഷത്തിൽ ഇസ്രായേലിൽ പെടുന്ന ഒറ്റ ആൺകുട്ടികളെയും ബാക്കി വെക്കാൻ പാടില്ല എന്ന് ഫറോവയുടെ കൽപ്പനയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വയറ്റാട്ടിയായിട്ടിരുന്ന ആ സ്ത്രീ വരെ പടച്ചോൻ്റെ ഒരു വിധി ഉണ്ടാവുമല്ലോ, ആ കുഞ്ഞിനെ ഇങ്ങനെ ഇവർക്കാണ് നിർദ്ദേശം, ഫറോവയുടെ നിർദ്ദേശം വയറ്റാട്ടിയോടാണ്. ഇവർ പറയണം ഈ ജനിച്ചത് ആണാണെങ്കിൽ ഉടനെ കൊട്ടാരത്തിൽ വിവരറിയിച്ചോളാം, ഭടന്മാരെ വിവരറിയിച്ചോളാം. പക്ഷേ ഇവരവിടെ ആ കാര്യം പുറത്തേക്ക് അറിയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആകെ കൂടി എന്താ ചെയ്യേണ്ടതെന്നുള്ളിടത്താണ് പടച്ചവൻ്റെ നിർദ്ദേശം വരുന്നത്. ഇത് കുട്ടിയെ ബോക്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഒഴുക്കണം എന്നുള്ളത്. പടച്ചവൻ്റെ ആ വാക്കിൽ വിശ്വസിച്ച് ക്ഷമയോടുകൂടി അത്രമേൽ പ്രതീക്ഷയോടുകൂടി തൻ്റെ കുട്ടി അതിലേക്ക് ഒഴുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ലൈഫിലൊക്കെയും തന്നെ പലതരത്തിൽ ഒരുപക്ഷെ നമുക്ക് വഹി വരുന്നുണ്ടാവില്ലായിരിക്കും, ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ദിവ്യബോധനങ്ങൾ വരുന്നില്ലായിരിക്കും. പക്ഷെ നമുക്കും നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളിൽ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാകും. അവിടെയാണ് നമ്മൾ ക്ഷമയോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ തരണം ചെയ്യേണ്ടത്. ഈ പ്രതീക്ഷയുടെയും ക്ഷമയുടെയും ഭാഗമായിട്ട് അള്ളാഹു ഉണ്ടാക്കിയ ഒരു ഏർപ്പാടാണ് ആ കുട്ടിയെ ഏത് ശത്രുവിനോട് ഏറ്റുമുട്ടാനാണോ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ നിയോഗം, അതേ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹമേറ്റിട്ട് അദ്ദേഹം ലാളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുവിനെ തന്നെ അദ്ദേഹം വളർത്തുന്ന രൂപത്തിൽ ഈ മഹദിയുടെ മകനെ പടച്ചോൻ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ രസകരമായതും ആകർഷകമായ ഒരു കാര്യമല്ലേ, അതായത് ഈ കുഞ്ഞിന് മുലയൂട്ടാൻ വേണ്ടി ഏത് മുലപ്പാലും ഏത് സ്ത്രീയും കുട്ടിയെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പെങ്ങളെ ഉമ്മ അയക്കുന്നുണ്ട്, എൻ്റെ മോൻ എന്താ പറ്റി, ആരോ എടുത്തിട്ടുണ്ട് ആ ബോക്സ് ഒന്ന് അറിയണം. ഇവരുടെ വായിൽ നിന്ന് ഒരിക്കൽ പോലും ഈ വിവരം പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളും ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് അത്രമേൽ വേദനിക്കുന്ന ഒരു രംഗത്ത് നമ്മളെന്തായി പോവും, നമ്മുടെ ചില രഹസ്യങ്ങൾ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരോട് നമ്മൾ പങ്കുവെച്ചു എന്ന് വരും. പക്ഷേ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ഒരിക്കൽ പോലും ഈ വിവരം പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ പെങ്ങളാണ് പോകുന്നത് ഒന്നും അറിയാത്ത ഭാവത്തിൽ. അവിടെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ കുട്ടി എത്തിയിട്ടുണ്ട്. അവിടെ പോയി പറയുന്നുണ്ട്, ആരുടെയും പാല് കുടിക്കാത്ത ഈ കുട്ടിക്ക് ഞാൻ ഒരാളെ പറഞ്ഞുതരാം. അങ്ങനെയാണ് മൂസാ നബിയെ സ്വന്തം മാതാവിൻ്റെ പാല് കുടിച്ച് തന്നെ വളരാനും അതോടൊപ്പം കൊട്ടാരത്തിലെ താമസവും ഒരു ഉമ്മയുടെ ക്ഷമയും പടച്ചവനെ അനുസരിക്കലും ശരിക്കും നമ്മൾ ചരിത്രത്തിലൂടെ കാണുകയാണ്. എന്നിട്ട് പടച്ചവൻ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇന്ന റദ്ദുഹു ഇലൈക്കി, ഞാൻ നിന്നിലേക്ക് അവനെ മടക്കിത്തരും കേട്ടോ, ഞാൻ നിന്നിലേക്ക് അവനെ മടക്കിത്തരും എന്നുള്ളത്. എന്നിട്ട് പടച്ചവൻ ആ 7-ാമത്തെ ആയത്തിന് ശേഷം 13-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫർദദ്നാഹില ഉമ്മിഹി കൈ തഖറ ഐനുഹ വല തഹ്സൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖൻ വലകിൻ അക്സറുഹും ലാ യഅലമൂൻ എന്ന്. ഞാൻ അവനെ അവൻ്റെ ഉമ്മയിലേക്ക് തിരിച്ചു നൽകി. എന്തിനെന്നോ, ആ ഉമ്മയുടെ കൺകുളിർമ കാണാൻ വേണ്ടി,
അവൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അതോടൊപ്പം അവൾ ഒരു കാര്യം മനസ്സിലാക്കണം. പടച്ചോനാണ് വാക്ക് പറഞ്ഞത്, അതെന്തായാലും സാക്ഷാത്കരിക്കും. അന വഅദല്ലാഹി ഹഖ്കുൻ എന്ന് അവരറിയണം. അതോടൊപ്പം ഒരു വലിയൊരു പൊതു കാര്യം അവിടെ പടച്ചോൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വലകിന്ന അക്സറുഹും ലാ യഅലമൂൻ. പക്ഷേ മിക്ക ജനങ്ങൾക്ക് അത് അറിഞ്ഞൂടാ. പടച്ചോൻ വാക്ക് പാലിക്കുമെന്നുള്ളത് മിക്ക ജനങ്ങളും അത് ചിന്തിക്കുന്നില്ല എന്നാണ് പടച്ചോൻ അവിടെ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിൻ്റെ ക്ഷമയുടെ ഫലം എന്ന് പറയുന്നത് ഒരു മധുരത്തിൽ അവസാനിക്കുക എന്നുള്ളതാണ് ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമതൊരു കാര്യം നമുക്ക് കരുതലാണ്. സ്നേഹവും കരുതലും കുടുംബത്തിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ വേണ്ടത്. പടച്ചോൻ തന്നെ അത് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും അതായിട്ട് എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവരൊന്നും വേണ്ട. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വിവാഹത്തിലൂടെ തന്നെ ആവോളം അത് പെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കരുതലിൻ്റെ പാടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഏതാണ് ആദ്യം വരിക? കരുതലിൻ്റെ പാടെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കരുതലിൻ്റെ വിരിപ്പൊരുക്കിയ ഖദീജ ബീവി. ആ ഖദീജ ബീവിയെ വെല്ലാൻ ആരാ ഉള്ളത് അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രയും പ്രായമുള്ള ഒരു കിളവിയായിട്ടുള്ള അവരെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ഖദീജയെ പോലെ ആരും എനിക്ക് പടച്ചോൻ തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവരിൽ എനിക്ക് മക്കളുണ്ടായി. എന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴെന്നെ ചേർത്ത് പിടിച്ചു. എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തപ്പോൾ അതുകൊണ്ട് എന്നെ എല്ലാ തരത്തിലും ഐശ്വര്യവാനാക്കേണ്ട എല്ലാ കാര്യവും അവർ ചെയ്തു സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ആ വിരിപ്പ് ഒരുക്കുന്നത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വഴക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സ്നേഹിക്കും. അതെന്തായാലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നഷ്ടങ്ങളിലൊക്കെയും തന്നെ കരയും പറയും നിലവിളിക്കൊക്കെ ചെയ്തിട്ട് എല്ലാം പടച്ചോൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് നമ്മളും ക്ഷമിക്കാറുണ്ട്. പറയേണ്ടതൊക്കെ പറഞ്ഞു, സഹികെട്ടു, നിലവിളിച്ചു, കരഞ്ഞു, പറഞ്ഞു ഒക്കെ. ക്ഷമ എന്ന് പറയുന്നത് ആ കാര്യത്തിൻ്റെ ആദ്യത്തിലാണ് ക്ഷമിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖദീജ ബീവി തൻ്റെ ഭർത്താവ് ഇങ്ങനെ വരുമ്പോൾ ഖുർആനായത്തൊന്നും പഠിച്ചിട്ടില്ല, ഖുർആനായത്ത് ഇറങ്ങിയിട്ടില്ല, ഹദീസുകളില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ദിവ്യബോധനം തുടങ്ങിയിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ തന്നെ ഒരു വല്ലാത്ത കാര്യപ്രാപ്തിയുള്ളൊരു വനിതയായിരുന്നു ഖദീജ ബീവി എന്നുള്ളത്. ഒരു കുടുംബത്തിലൊരു ഭർത്താവിനെയും മക്കളെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തലമുറകളോളം ഇന്നും ജനങ്ങൾ ഖദീജ ബീവിയുടെ കരുതൽ എന്ന് അതെന്നും കരുതൽ എന്ന് പറയുമ്പോൾ ഖദീജ ബീവിയുടെ കരുതൽ എന്നുള്ളതാണ്. കാരണം നമ്മളും ഭർത്താക്കന്മാരെയൊക്കെ കരുതിയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത്? നമുക്ക് പിന്നീടാണ് വരിക. പറയേണ്ടതൊക്കെ പറഞ്ഞു. നമ്മൾ ഏറ്റവും കുറഞ്ഞത് പറയുന്നുണ്ടാവും മക്കളോടായാലും. അങ്ങനെ പോയി കളിച്ചിട്ടല്ല, അങ്ങനെ തന്നെ കിട്ടണം നമ്മളെ മക്കളോട്. എന്നിട്ട് അവിടെ പറ്റിയ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ മുറിവ് വെച്ച് കെട്ടാനൊക്കെ ഞാനും നിങ്ങളൊക്കെ നിൽക്കും. പറയേണ്ട വാക്ക് ആദ്യം എന്തായിരുന്നു? ആ പറയലും വഴക്ക് പറയലും തിരുത്തലും ഒക്കെ പിന്നെ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ ബീവി പറയുന്ന വാക്ക് താങ്കൾക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ട് വരിക? അതുണ്ടാവില്ല കേട്ടോ. താങ്കൾ ഒന്നിച്ച് ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയ ഒരു ഭാര്യയുടെ ആ കരുതലിൻ്റെ ചേർത്ത് പിടിക്കൽ അത് കുടുംബത്തിൽ എത്രയാ സമാധാനം കൊണ്ടുവരിക. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം സമാധാനമായിരിക്കും ഉണ്ടാവുക. ആ വീട്ടിലേക്ക് പോകാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്രമേൽ ഇഷ്ടമായിരിക്കൂലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് പടച്ചവൻ വിഷമിപ്പിക്കുക നിങ്ങളെ? നിങ്ങൾ ഇന്ന നന്മകളൊക്കെ ചെയ്യുന്ന ആളല്ലേ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുതലിൻ്റെ ചേർത്ത് പിടിക്കലാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് പറയാൻ ചരിത്രത്തിലെ മഹാസംഭവങ്ങളും അതൊക്കെ ഖദീജ ബീവിക്ക് കഴിയൂ. നേരത്തെ CP ഇവിടുന്ന് സംസാരിച്ചില്ലേ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അതങ്ങനെ ഒരു പട്ടം കിട്ടിയ കുറേ മനുഷ്യന്മാരുണ്ട് എന്നാണ് നമ്മൾ വരെ വിചാരിച്ചു വെക്കുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഔലിയാക്കളെന്ന്. അത് നമ്മളാവാനാണല്ലോ ഈ തസ്കിയത്ത് സംഗമങ്ങൾ, നമ്മളാവാനാണല്ലോ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ വലിയായി മാറിയിട്ടുണ്ടാകും, നമുക്കതാവണമല്ലോ. അതുകൊണ്ട് അത് ഇന്ന ആൾക്കാർക്ക് പറ്റുന്നത് എന്ന് നമ്മൾ പറഞ്ഞു വിടരുത്. കാരണം സൂറത്ത് വാക്കിൽ ഖുർആൻ പറയുന്ന വചനങ്ങളുണ്ടല്ലോ, വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ സുല്ലത്തും മിനൽ അവ്വലീൻ വ ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറയുന്നുണ്ട്. മുമ്പേയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുപാട് ഫസ്റ്റ് എത്തിയ ആൾക്കാരുണ്ടാകും, നന്മയിൽ മുൻകടന്നവരുണ്ടാകും. പക്ഷേ പിൽക്കാലക്കാരിൽ അതില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരുണ്ട് എന്നാണ്. എന്നിട്ട് അസ്ഹാബുൽ യമീനെ പറഞ്ഞ സ്ഥലത്ത് വലതിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട്
സുല്ലത്തും മിനൽ അവ്വലീൻ സുല്ലത്തും മിനൽ ആഖിരീൻ എന്നാണ് പറഞ്ഞത്. നമ്മളതിലുണ്ട്. വലിയാവേണ്ടത് 1400 വർഷം മുന്നേ ജീവിച്ചിരുന്ന സഹാബാവനിതകളും സഹാബാക്കളും ആ ശുഹദാക്കളും സിദ്ദീഖീങ്ങളും മാത്രമല്ല, നമ്മൾ ആ പട്ടികയിലുണ്ട്. അതിൻ്റെ ഒരു പരിശ്രമമല്ലേ നമ്മൾ നടത്തുന്നത്. അതിന് കഠിനമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെ കഠിനമായിട്ട് പരിശ്രമിക്കാൻ പറ്റിയ ജീവിതത്തിൽ ഏറ്റവും നല്ല മാസത്തിലാണ് നമ്മളുള്ളത്. കാരണം വെറുപ്പില്ലാത്ത ഹൃദയത്തോടു കൂടി ഈ റമദാൻ ഒന്നിന് തന്നെ നമ്മളിതിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും പാപമോചനം നൽകുകയും പിന്നീട് ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാൻ്റെ വലിയവൻ നമുക്ക് പറ്റും. റമദാൻ ഒന്നിൽ തന്നെ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേ നേരത്തെ നമ്മൾ ഒരുക്കം തുടങ്ങിയില്ലേ മാനസികമായിട്ട്. എന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന് നമ്മൾ പരതിയിട്ടുണ്ടോ? ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടോ എന്ന് നമ്മൾ പരിധി നോക്കിയിട്ടുണ്ടോ? വെറുപ്പില്ലാത്ത ഹൃദയത്തോടു കൂടി റമദാൻ ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴേ ആ റമദാൻ ഒന്നിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാവിലും അവസാനത്തെ 10 ആണെന്നല്ലേ. റമദാൻ ഒന്നിൽ തന്നെ പടച്ചവൻ്റെ കാരുണ്യം ഇവിടെ ഉണ്ട്, പാപമോചനം അവൻ നൽകുന്നുണ്ട്. അതെങ്ങാനും കിട്ടാൻ ഭാഗ്യം ലഭിച്ചാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ഞാനും നിങ്ങളുമാണ്. അതിൻ്റെ കഠിന പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അതിനാണ് ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചതും. അപ്പോൾ നമ്മൾ സ്നേഹത്തണൽ ഒരുക്കുമ്പോൾ, നമ്മൾ കരുതലിൻ്റെ ചേർത്ത് പിടിക്കൽ ശരിക്കും ഒരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാവുക? എനിക്ക് തെറ്റ് പറ്റിയിട്ടും എന്നെ ചേർത്ത് പിടിച്ച്, എന്നെ ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ ഇൻസൾട്ട് ചെയ്തില്ല, എന്നെ ചേർത്ത് പിടിച്ച് എന്നെ തിരുത്തിയ എത്രയോ, പ്രത്യേകിച്ച് പിതാക്കന്മാർ മക്കളെ അവരുടെ തെറ്റുകളിലൊക്കെയും തന്നെ അവരിൽ നിന്ന് വരുന്ന വീഴ്ചകളിലെല്ലാം തന്നെ അതീവ രഹസ്യമായിട്ട് അത് കൈകാര്യം ചെയ്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്. ആ രൂപത്തിൽ സ്നേഹത്തിൻ്റെ ഒരു തണൽ ഒരുക്കുമ്പോൾ തീർച്ചയായും ഈ സ്നേഹത്തണൽ വിട്ടിട്ട് നമ്മുടെ മക്കൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വേണ്ട വേറൊരു കാര്യം കരുണയാണ്. ആ കരുണയായിരിക്കണം. നമ്മുടെ വീടിൻ്റെ പ്രകൃതി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ പ്രകൃതി കരുണയാണ്. ആ കരുണയെ പറ്റിയാണ് അവിടെ സംസാരം. ദാനധർമ്മങ്ങളെ പറ്റിയാണ് സംസാരം. ദയാവായ്പാണ് അവിടുത്തെ സംസാരം. കൊടുക്കുന്നതിനെ പറ്റിയാണ് സംസാരം. സ്നേഹത്തെ പറ്റിയാണ് അവിടെ സംസാരം. ഇങ്ങനെയുള്ള ഈ നല്ല കാര്യങ്ങളും മറ്റ് മാത്രം സംസാരിക്കുന്ന ഒരു വീടുണ്ടല്ലോ, ആ വീടിനെ പറ്റി ആ വീട്ടിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് ക്രൂരന്മാരാവാൻ പറ്റുക? സമൂഹത്തിൽ അവർക്ക് അലിവല്ലേ കാട്ടാൻ പറ്റൂ? കാരണം വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും മോനിങ്ങനെ കൊടുക്കണം, ഇങ്ങനെ ദാനം ചെയ്യണം, നന്മ ചെയ്യണം, ഇതേ നമ്മുടെ വീട്ടിൽ എപ്പോഴും സംസാരമുള്ളൂ. നമ്മുടെ വീടിൻ്റെ പ്രകൃതി തന്നെ കരുണയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നിനും ആവാത്തപ്പോഴേ കിട്ടിയ കരുണ, ഒന്നിനും ആവാത്തപ്പോഴേ, അപ്പോഴേ ഞാൻ കുറച്ച് മനസ്സിലായപ്പോൾ പ്രാർത്ഥിക്കുന്നത് റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ. കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നിനും ആവാത്തപ്പോഴേ, എനിക്കൊന്നും ആവില്ലല്ലോ, അതൊന്ന് എനിക്ക് ചെരിഞ്ഞെടുത്തുനിന്നൊന്ന് തിരിയണമെന്നുണ്ടെങ്കിൽ എനിക്കാവില്ലല്ലോ. എനിക്ക് കരഞ്ഞിട്ട് മാത്രം കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് ഒന്നിനും ആവാത്തപ്പോൾ എന്നോട് കരുണ കാട്ടിയ എൻ്റെ ഉമ്മ. ഈ കരുണയിലാണ്, കരുണയുടെ 2 ഭാഗമാണ്. ഒന്ന് നമ്മുടെ ചെറിയ ആ പ്രായവും, മറ്റൊന്ന് വാർദ്ധക്യവും. അത് ഒരേ ആയത്തിൽ ഈ ആയത്തുകളിൽ സൂറത്ത് ഇസ്രായേൽ അത് വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് എന്നോട് കരുണയും കനിവും കാട്ടിയതുപോലെ, എന്നോട് അനുകമ്പയും ദയാവായ്പവും സ്നേഹവും കാട്ടിയതുപോലെ എൻ്റെ മാതാപിതാക്കൾ കൊടുക്കണേ പഠിച്ചോനെ ആ കരുണ. കാരണം ഞാൻ എത്ര ചെയ്താലും, ഞാൻ എത്ര അവരെ സേവിച്ചാലും അതിന് പകരാവൂല. അത് നീ തന്നെ കൊടുക്കണം. അത്രമാത്രം ആത്മാർത്ഥതയിലാണ്, കരുണയോടുകൂടിയാണ് അവരെന്നെ സമീപിച്ചത്, എന്നെ നോക്കിയത്, സ്നേഹിച്ചത്, കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്നത്തെ ഞാൻ എന്ന് പറയുന്നത്, ഇന്നത്തെ നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് അശ്രദ്ധമായ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഇല്ല. ഈ ഞാനല്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അശ്രദ്ധമായ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുള്ളത് എങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടാവില്ല, നമ്മളിവിടുന്ന് സംസാരിക്കുന്നുണ്ടാവില്ല. ആ മാതാപിതാക്കളുടെ പരിഗണന ഉണ്ടല്ലോ, അവർ വേണ്ടതൊക്കെ വേണ്ട നേരത്ത് നൽകുകയും വളർത്തുകയും ചെയ്തതിൻ്റെ ഫലമാണിത്. ഒരു പക്ഷെ നമ്മൾ വളർന്നു കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്ത പ്രവർത്തനത്തെ ഒരു പക്ഷെ നമുക്ക് ആ കണക്കിൽ നോക്കിക്കാണാൻ കഴിയില്ല, പ്രത്യേകിച്ച് മക്കൾക്ക് കഴിയില്ല. മാതാപിതാക്കളുടെ മനസ്സോളം നമുക്കറിയാലോ. നമ്മളൊരു പൊസിഷനിലൊക്കെ എത്തിയാൽ മാതാപിതാക്കൾക്ക് അത് എത്ര കണക്ക് വെക്കുകയാണ്, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. മാതാപിതാക്കളെടുത്തോ വളർത്തുന്ന സമയത്ത് കണക്കേ ഇല്ല. വളർത്തുന്ന സമയത്ത് ഒരു കണക്കും അവർ സൂക്ഷിക്കുന്നില്ല.
അവരുടെ സ്നേഹത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. അവരുടെ കൽബങ്ങാനും നമ്മുടെ മേലെ തുറന്നു വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രമാത്രം കരുണയിലാണ് റബ്ബേ എൻ്റെ പാരൻസ് എന്നെ വളർത്തിയത്. അവരങ്ങനെ സ്നേഹിച്ച് വളർത്തിയതിൻ്റെ റിസൾട്ടാണ് ഞാനിന്ന്. അതപ്പതിച്ചു പോകാതിരിക്കാൻ, പിഴച്ചു പോകാതിരിക്കാൻ, വൃത്തികേടുകളിൽ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ ഞാൻ പോകാതിരിക്കാൻ, നിന്നെ വണങ്ങാൻ, നിന്നോട് ശുക്ർ ചെയ്യാൻ, നിൻ്റെ മതചിഹ്നങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ, ആരാധനകൾ മുറുകെ പിടിക്കാൻ, എല്ലാവരോടും കരുണയുള്ളവരാകാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തേണ്ടതുപോലെ വളർത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഞാനില്ല. നിങ്ങളൊന്ന് ഒരു വിചിന്തനം നടത്തണം, ആത്മവിചിന്തനം നടത്തണം, അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കരുണയാണ് കുടുംബത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കരുണയെ പറ്റിയാണ് വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ. പണ്ട് കരുണ ഇഷ്ടം പോലെ കിട്ടിയില്ലേ? പിന്നെ അതിൻ്റെ ഇടക്കാലത്തൊന്നും ഒരുപാട് തിരിച്ച് കരുണ കൊടുക്കേണ്ടതൊന്നും വന്നിട്ടില്ല. കാരണം മാതാപിതാക്കൾ നമ്മൾ വളർത്തി കഴിഞ്ഞപ്പോഴും അവർ കുറച്ച് യങ്ങാണ്. ആ സമയത്ത് അവർക്ക് നമ്മുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ അവരെ ഹിദ്മത്ത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവരെ റെസ്പെക്റ്റ് ചെയ്താൽ മതി, സ്നേഹിച്ചാൽ മതി, വിളിച്ചാൽ വിളി കേട്ടാൽ മതി, ഒക്കെ മതി. പക്ഷേ കരുണ ആ ചെറിയ പ്രായത്തിൽ നിനക്ക് തന്നതുപോലെ നിനക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു പ്രായത്തിലേക്ക്, എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിക്കുന്ന ഒരു വല്ലാത്ത വാർദ്ധക്യത്തിലേക്ക് അവരെത്തും. ആ സമയത്ത് നീ ഒന്ന് പകരം ചെയ്തേക്കണം. നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കുട്ടിക്കാലത്ത് എനിക്ക് അവർ എന്നെ വളർത്തിയതുപോലെ, അത്രമേൽ സ്നേഹത്തിൽ വളർത്തിയതുപോലെ കരുണ ചൊരിയണമെന്ന്. ഒരു കാര്യം നീ പകരം ചെയ്തേക്കണം. അത് കുറച്ച് പണിയാണ്. വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിൻ്റെ താഴ്മയുടെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. എളുപ്പമാണോ? പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ആദ്യം തന്നെ പ്രശ്നം ആവുക, ഇവർക്ക് കേൾവിക്ക് ചെറിയ കുറവ് ബാധിക്കും. അപ്പം തന്നെ നമ്മൾ പറയും, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഏറ്റവും അവസാനത്തിലേക്കാണ് നമ്മളത് ഗ്രഹിക്കുക. ഈ വാർദ്ധക്യത്തിൻ്റെ അവശതകളും ലക്ഷണങ്ങളും മാക്സിമം എത്തിയിട്ട് ഇപ്പോൾ പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ, കേൾക്കൂല, അധികം കാണൂല. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുന്നേ ലക്ഷണം കാട്ടിയിരുന്നു, വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ. ആ ലക്ഷണങ്ങളിലൊക്കെയും തന്നെ നമ്മൾ പലപ്പോഴും അവരെ കളിയാക്കുക ചെയ്തത്. നിങ്ങളല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് കേൾക്കും എന്ന് പറയും. അത് നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് കളിയാക്കലുകൾ അവിടെ നടക്കും. അപ്പോൾ ആവശ്യമുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ ആദ്യ വർഷങ്ങളിൽ നമ്മൾ കളിയാക്കി അവസാനം അവർ വാർദ്ധക്യത്തിന് കീഴടങ്ങും. വാർദ്ധക്യത്തെ ഒന്ന് നിങ്ങൾ ഇടയ്ക്കിടെ നോക്കണം. പുറമെ വീട്ടിൽ ആൾക്കാർ വലിയ വാർദ്ധക്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ സഞ്ചാരത്തിനിടയിൽ, നമ്മുടെ പല യാത്രകൾക്കുമിടയിൽ വാർദ്ധക്യത്തെ നിങ്ങൾ നോക്കിക്കാണണം. നമ്മളൊക്കെ അവരെ പറയണ്ട, ആ മാതാപിതാക്കളെയും ഉപ്പാപ്പന്മാരെയും ഉമ്മാമ്മമാരെയും അല്ല, നമ്മളതാ അതിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യം എന്ന് പറയുന്ന ആ എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ്, വല്ലാത്തൊരവസ്ഥയിലേക്ക്. അപ്പോഴാണ് പറയുന്നത് വഖ്ഫിൽ ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിൻ്റെ ചിറക് നീങ്ങി അവർക്ക് താഴ്ത്തി കൊടുത്തേക്കണേ എന്ന് പടച്ചോൻ നമ്മോട് കൽപ്പിക്കുകയാണ്. അത് താഴ്മയോടുകൂടി അവരോട് അരിശത്തോടു കൂടി നീ പറയല്ലേ, അവരോട് നീ കണിശമായിട്ട് സംസാരിക്കല്ലേ, കാർക്കശ്യത്തോടു കൂടി നീ അവർ സംസാരിക്കല്ലേ. ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ ശിക്ഷിച്ച് വളർത്തിയതിൻ്റെയൊക്കെ പകരം വീട്ടൽ ഈ വാർദ്ധക്യത്തിലായിരിക്കും മാതാപിതാക്കളോട്. അന്ന് അവരെ ശിക്ഷിച്ചത് എന്തിനാണ് എന്ന് തിരിച്ചറിയാനുള്ള അറിവും വിവേകവും മക്കൾക്ക് വേണം. ഈ ശിക്ഷയൊക്കെയും തന്നെ അവർക്ക് വേണ്ട ശിക്ഷണമായിരുന്നു എന്ന്, അതൊക്കെയും തന്നെ അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള മഹാഭാഗ്യവും വേണം. പകരം വീട്ടാനുള്ളതല്ല വാർദ്ധക്യം. ആ വാർദ്ധക്യത്തെ ആസ്വദിച്ചിട്ട്, ആ വാർദ്ധക്യത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിച്ച് പോകുന്ന ഒരു വീടാണെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കാണാൻ പറ്റും, വല്ലാത്ത സന്തോഷം കാണാൻ പറ്റും. ഇത് നമ്മൾ പലപ്പോഴും ഖേദിക്കുന്നത് മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, ടീച്ചറെ കുറച്ചുകൂടി നന്നായിട്ട് നോക്കായിരുന്നു. അങ്ങനെയുള്ള ഒറ്റ വാക്കും നമ്മൾ ചെവി കൊള്ളണ്ട. കാരണം ഇത് വെറുതെ ഉള്ള പറച്ചിലാണ്. എന്നിട്ട് വീണ്ടും ഒരു വാർദ്ധക്യത്തെ അവർക്ക് കിട്ടും, വീണ്ടും അവർ പറയും കുറച്ചുകൂടി നന്നായിട്ട് നോക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്യുകയും ഖേദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്? ആദ്യം മരിച്ചു പോയത് ഉപ്പയാണ്, പിന്നത്തത് ഉമ്മയാണ്, പിന്നെ അതാ മൂന്നാമത്തതായിട്ട് ഭർത്താവ് വരുന്നു. ഇതിങ്ങനെ കിട്ടുന്നതിന് അവരെങ്ങനെ നമ്മുടെ ലൈഫ് പോലെ തന്നെ കുറേ ആയുസ്സുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തൊക്കെയാണ് കളിച്ചു കൂട്ടുമല്ലോ.
നമ്മളൊക്കെ എന്തൊക്കെയോ കളിച്ചു കൂട്ടാണ്. യഥാർത്ഥത്തിലുള്ള മരണചിന്തയിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതുപോലെയാണ് ഈ വാർദ്ധക്യത്തെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആൾക്കാരും ഖബർസ്ഥാൻ സന്ദർശിക്കാനും മരണത്തിന് ശേഷമുള്ള ക്രിയകൾ ചെയ്യാനൊക്കെ എന്തോ ഒരു തിരക്കാ. അതിനു വേണ്ടിയിട്ടുള്ള ആ തുണി വാങ്ങാൻ, അതിനു വേണ്ടിയിട്ടുള്ള ചിലവ് അത് ഞാൻ ചെയ്യട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ അവരെ പണം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ, സ്നേഹത്തിൻ്റെ സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിക്കാൻ, അവരുടെ കൈയൊന്ന് പിടിച്ചിട്ട് അല്പസമീരിക്കാൻ, നിന്റെ പണമൊന്നും ഉമ്മക്ക് വേണ്ടടോ, കുറച്ച് സമയം ഉമ്മൻ്റെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറയുന്ന ആ സമയത്ത് സമയമില്ല എന്ന് പറയുകയും സമയം ഉണ്ടെങ്കിൽ പോലും ഇരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ മരിച്ചു കിട്ടിയേ വേണ്ടൂ. നിങ്ങൾ മിക്ക സ്ഥലങ്ങളിലും കണ്ടോളൂ, മരിച്ചു കിട്ടിയേ വേണ്ടു. പിന്നെ അവിടെ ആഘോഷമായി, ആഘോഷിക്കുന്ന ആൾക്കാർ പിന്നെ ഭയങ്കര ആഘോഷമായി. നമുക്ക് പിന്നെ ആ തരത്തിൽ ആഘോഷമില്ലായിരിക്കും. ഇത് പിന്നെ മയ്യത്തങ്ങ് എടുക്കേ വേണ്ടു. അവിടെ പലതരത്തിലെ പലഹാരങ്ങളായി, ചായ കുടിക്കലായി, പിറ്റേന്ന് ബിരിയാണിയായി, ആഘോഷങ്ങളായി. കാരണം ഒന്നും മരിച്ചു തരുമോ, നമുക്കൊന്ന് ആഘോഷിക്കണം എന്നുള്ളതാണ്. അതായത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്തൊക്കെ തരത്തിൽ അവരോട് നന്മ ചെയ്യാൻ നമുക്കുണ്ടായിരുന്നു. ഒരു സ്നേഹ വായ്പ കാട്ടാൻ അവരെത്ര കൊതിച്ചിരുന്നു. എന്നിട്ട് ഉമ്മാനെ പറഞ്ഞിട്ട് ഉപ്പാനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ കള്ള സ്നേഹം നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ ലൈഫിൽ അത് വരാതിരിക്കാൻ നമ്മളെപ്പോഴും നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വീണ് പോയതിന് ശേഷം, വീണ് പൊട്ടിപ്പോയതിന് ശേഷം അതിൻ്റെ വില പറയുന്നവരാണ് നമ്മൾ. അത് കയ്യിലുള്ള കാലത്ത് അതിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഇതെൻ്റെ സ്വർഗാണ്, ഇതെൻ്റെ സ്വർഗാണ്, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, ഈ വാർദ്ധക്യം ഉണ്ടല്ലോ അതെനിക്ക് വേണം. അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കണ്ണൂർ ജില്ലയിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഉമ്മാമക്ക് അൽഷിമേഴ്സ് ബാധിച്ചിട്ട് കുറേ മക്കളുണ്ട്. അപ്പോൾ ഒരു കുട്ടി, നമ്മുടെ അന്നത്തെ MSMൻ്റെ പ്രവർത്തകനായ ഒരു കുട്ടി ഉമ്മയോട് പറയാണ്, അൽഷിമേഴ്സ് ബാധിച്ചിട്ട് അവരെ 2 കൈയും കട്ടിലിന് കെട്ടിയിട്ടൊക്കെ ഉണ്ട്, നല്ലൊരു ലേഡി പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ ഈ കുട്ടി ഉമ്മയോട് പറയാണ്, ഉമ്മാമനെ വിട്ടുകൊടുക്കരുത് കേട്ടോ, അത് നമുക്കുള്ള സ്വർഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എത്ര ചെറിയ കുട്ടിയാണ് അവനെന്ന്. എന്നിട്ട് പറയാണ് ഉമ്മ വിട്ടുകൊടുക്കരുത്. ഒരുപാട് മക്കളുണ്ട്, ആ മക്കളൊക്കെ തന്നെ ഉമ്മനെ നോക്കാൻ ആർത്തി പിടിച്ച് ഇഷ്ടത്തോടു കൂടി. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഘട്ടങ്ങൾ നമുക്കറിയാലോ. ആ ഘട്ടങ്ങളിലൂടെ കടന്നു സാധാ വാർദ്ധക്യമല്ല കേട്ടോ, അൽഷിമേഴ്സ് ബാധിച്ച് ആ വാർദ്ധക്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമ എത്രയായിരിക്കണം. എന്നിട്ട് ആ കുട്ടി പറയുന്നത് വിട്ടുകൊടുക്കരുത് കേട്ടോ, നമ്മുടെ സ്വർഗമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നമ്മളെ സ്വഭാവം അതൊരിക്കലും സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ട് വീട്ടിൽ കുഞ്ഞുപ്രായത്തിൽ എൻ്റെ ജനനം, എൻ്റെ മാതാപിതാക്കൾ എത്ര സന്തോഷിച്ചിരുന്നു. അവൾക്കൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എത്ര സന്തോഷിച്ചിരുന്നു. ഇന്ന് എൻ്റെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ ഞാനിതാ അവരുടെ വാർദ്ധക്യം ഞാൻ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഈ രൂപത്തിലാവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇത്തരം തസ്കിയത്ത് സംഘങ്ങൾക്കൊക്കെയും തന്നെ വിലയുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചത് പ്രാർത്ഥനയാണ്. അറിവും കരുതലും ക്ഷമയും സ്നേഹവും കരുണയും പ്രാർത്ഥനയും ഇതുപോലെ നമ്മുടെ ലൈഫിലേക്ക് ശരിക്കും നമ്മൾ പാലിച്ചു കൊണ്ടുപോയാൽ തീർച്ചയായും ഒരു സക്സസ് ഫാമിലി ആവാൻ, ഒരു ഹാപ്പി ഫാമിലി ആവാൻ ഫിദ്ദുനിയാവല്ലാഹിറ നമുക്ക് എളുപ്പമാകും. അപ്പം അതിന് ഇനി വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു ധൈര്യമാണെന്നോ അല്ലേ. പ്രാർത്ഥിച്ചിട്ട് യാത്രയേക്കുന്ന ഒരാൾ വീട്ടിലുണ്ട്, അത് ഉമ്മയോ ഭാര്യയോ പെങ്ങളോ മകളോ വല്യമ്മയോ മരുമകളോ ആരോ ആയിക്കോട്ടെ, ആ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് യാത്രയേക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ സ്ത്രീകളല്ലേ വരിക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, പലപ്പോഴും അങ്ങനെയല്ലേ വരിക. അപ്പോൾ ആ പോകുന്ന ആ പ്രാർത്ഥനയോടുകൂടി യാത്ര വെച്ചിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, ശരിക്ക് ആ പ്രതീക്ഷയുടെ പ്രാർത്ഥനയുടെ ഒരു വിളക്കാണ് അവരുടെ കയ്യിലുള്ളത്. മാതാപിതാക്കൾ മരിച്ചു പോയതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കുന്നോ, ഒന്നതാണ് അവരുടെ പ്രാർത്ഥന. കാരണം ഒരു ചെലവുമില്ലാതെ, ഒരാവശ്യപ്പെടലുമില്ലാതെ, ഒരു പിശുക്കുമില്ലാതെ ഇത്രമേൽ അവരൊഴുക്കിക്കളഞ്ഞിട്ടുണ്ട് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഉത്തരം ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഇനിയും വരാനുണ്ടത്രേ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ കേട്ടോ, എൻ്റെ മക്കളുടെ മക്കൾ കേട്ടോ, അവരൊക്കെയും തന്നെ നല്ല നല്ല ആൾക്കാരായിട്ട് മാറ്റണേ പഠിച്ചോനെയാണ്, അവർക്ക് ബർക്കത്ത് ചൊരിയണേന്ന് ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന പോലെ എത്രയായിരം വർഷങ്ങൾക്ക് ശേഷവും ഈ കഅബയിലെ മക്കത്ത് ജനശ്രദ്ധ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റണേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയില്ലേ. അതുപോലെ ലോകത്തുള്ള ഓരോ ഉപ്പയും ഉമ്മയും പെങ്ങന്മാരും ഉമ്മാമ്മമാരും എല്ലാവരും വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ കാര്യത്തിന് വേണ്ടി
പിശുക്കില്ലാതെ, അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് പൊട്ടി വരുന്നൊരു പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന വേറൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റൂല. ആ പ്രാർത്ഥിക്കാൻ അവർ തന്നെ വേണം, വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത്രമേൽ സുന്ദരമാക്കിക്കൊണ്ട് പോകുന്ന ഒരു ഫാമിലി തീർച്ചയായിട്ടും ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായി മാറും, അള്ളാഹുവിൻ്റെ വലിയായിട്ട് മാറുമ്പോൾ എന്താ അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തെന്നോ, യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് കേട്ടോ അവൻ പുറത്തു വരുത്തുക. പിശാചാണെങ്കിലോ വെളിച്ചത്തിലായവരെ ഇരുട്ടിലാക്കാനുള്ള പണിയാണ് കേട്ടോ. പടച്ചവനാണെങ്കിലോ ഇരുട്ടിലാണ് നീ, നിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൻ നമ്മെ നയിക്കും. അള്ളാഹുവിനെ ഉറ്റ ചങ്ങാതിയാക്കിയ കുടുംബങ്ങൾക്ക്, ആൾക്കാർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അതാണ്. അതുകൊണ്ട് നമ്മൾ സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പ്രാർത്ഥനകൾ ചില പ്രതീക്ഷകളുടെ അപ്പുറത്തേക്ക്, ഇപ്പം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? അതൊരു രോഗത്തിൻ്റെ കാര്യത്തിലായാലും പലതിൻ്റെ കാര്യത്തിലായാലും പടച്ചോൻ്റെ കഥ. പ്രാർത്ഥന ചിലതുണ്ട് തട്ടിമാറ്റാതെ. ഈ പ്രാർത്ഥനയുടെ ലിസ്റ്റൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ പരലോകത്തെത്തിയിട്ട് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ചില ആൾക്കാരൊക്കെ പലതിലും അവരുടെ കഴിവും പ്രാപ്തിയും കൊണ്ടൊന്നും ആയിരിക്കില്ല രക്ഷപ്പെട്ടു പോയത്. അവരെ പ്രിയപ്പെട്ട് പോകുന്ന കുറേ ആൾക്കാർ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ശക്തിയിലൊക്കെയും അള്ളാഹു പ്രാർത്ഥന കബൂലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കഴിവും മികവും കൊണ്ടൊന്നും അല്ല, പടച്ചവൻ്റെ പിരിശം. നമ്മളെ പിരിശപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ഏറെ പിരിശത്തോടു കൂടി ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു വീട്ടിലെ അംഗമാകാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരായി. ഇങ്ങനെ സ്നേഹം കൊടുത്ത്, ഒരു കാലത്ത് കരുണ കൊടുത്ത്, മറുകാലത്ത് കരുണ തിരിച്ചു കൊടുത്തിട്ട് അള്ളാഹു ചെയ്യുന്നത് കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പോഴാണ് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ഒരു കാലത്ത് നീ കൊടുത്തിട്ടുണ്ടല്ലോ മക്കൾക്ക്, ശരിക്കുമല്ലേ കൊടുത്തത്? ആത്മാർത്ഥമായിട്ടല്ലേ കൊടുത്തത്? നല്ല ശുദ്ധ മനസ്സോടുകൂടിയല്ലേ കൊടുത്തത്? തീർച്ചയായിട്ടും അത് നന്മയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യും. ചിലപ്പോൾ ദുനിയാവിൽ വെച്ചും ചിലത് കൊയ്യേണ്ടി വരും. അതുകൊണ്ട് നന്മ വിതക്കാം. കുടുംബത്തിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, സംഘടനയിലായിക്കോട്ടെ, നന്മ വിതക്കാം. നന്മ പറയാന്നല്ലാതെ പലപ്പോഴും നന്മ ആരും വിതക്കുന്നില്ല. പ്രസംഗിക്കാനും പറയാനും എത്ര എളുപ്പമാണ്. എഴുതാൻ കഴിവുണ്ടെങ്കിൽ സുന്ദരമായിട്ട് എഴുതി വിടാൻ എളുപ്പമല്ലേ? പക്ഷെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ആരും നന്മ വിതക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് നന്മ വിതക്കണം. ഈ പരിശുദ്ധമായ മാസത്തിൽ, ഈ മഹനീയമായ ദിനങ്ങൾ നമ്മിൽ നിന്ന് അതിവേഗം ചോർന്നു പോകും. അതുകൊണ്ട് നമുക്കിതിനെ നമ്മുടെ വരുതിയിലാക്കണം. നന്മകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ മലക്കും ഓരോ ദിവസവും നമ്മുടെ ചുറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ്. മലക്കുകൾ സഞ്ചരിച്ചിട്ട് ഈ പരിശുദ്ധ ദിനത്തിൽ പ്രത്യേകിച്ച് അത് അങ്ങനെയുള്ള ആൾക്കാരായി മാറാൻ, നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അങ്ങനെ ആയി മാറാൻ നമ്മളൊരു ശ്രമം നടത്തണം. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഈ മലക്ക് കണക്ക് കൊടുക്കുകയാണ്. അതായത് തിരക്കിനടിയിലും കുറേ മനുഷ്യന്മാർ ഏത് സമയം തസ്ബീഹ് ചൊല്ലുന്നുണ്ട് പഠിച്ചോനെ, ഏത് സമയം നിന്നെ തഹ്ലീൽ ചൊല്ലുന്നുണ്ട്, തക്ബീർ ചൊല്ലുന്നുണ്ട്, ഏത് സമയം അവർ സ്തുതിക്കുന്നുണ്ട്, അവരുടെ നാവുകൾ നനയുന്നുണ്ട് ദിക്റുകൾ കൊണ്ട് എന്ന്. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അവർ തമ്മിലുള്ള ഒരു രസകരമായ അഭിമുഖ സംഭാഷണമാണ് ഹദീസിൽ പറയുന്നത്. കണ്ടിട്ടുണ്ടോ അവർ എന്നെ? ഇല്ല. എന്നിട്ടും എന്നെ കാണാതെ, എന്നെ കണ്ടാൽ എന്തായിരിക്കും? കണ്ടാൽ അത്രമേൽ മഹബത്തായിരിക്കും പഠിച്ചോനെ. അവരെന്തിനാണ് ഈ ദിക്റുകൾ ഇത്രമാത്രം ചൊല്ലുന്നത്? അർത്ഥം അറിഞ്ഞിട്ട് നമ്മളൊരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാന്ന് 1000 വെറുതെ അർത്ഥം അറിയാണ്ട് പറയണ്ട. ഒരു 10 അർത്ഥം അറിഞ്ഞിട്ട് പറഞ്ഞു നോക്കിയേ, കഴിവും ശക്തിയും പഠിച്ചോനെ നിനക്കല്ലാതെ ഇല്ല എന്ന്. അതുകൊണ്ട് ഇങ്ങനെ അർത്ഥറിഞ്ഞ് പറയുന്ന തസ്ബീഹുകളായതുകൊണ്ടാണല്ലോ അത് തുലാസിൽ അത്രമേൽ കനം തൂങ്ങുന്നത്, അത്രമേൽ മഹനീയമായ വചനങ്ങളായതുകൊണ്ട്. എന്നെ കണ്ടിട്ടല്ല അല്ലേ? അപ്പോൾ എന്തിനാണ് അവർ ഇത്രമാത്രം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? സ്വർഗമാണ് അവർ ചോദിക്കുന്നത്. എന്തിനാണ് അവർ ചോദിക്കുന്നത്? സ്വർഗത്തെയാണ്. സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം കണ്ടാലോ അവർക്ക് ആർത്തിയായിരിക്കും പഠിച്ചോനെ. അവരെന്തിൽ നിന്ന് കാവൽ തേടുന്നു? നരകത്തിൽ നിന്ന് അവർ കാവൽ തേടുന്നു. നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. നരകം കണ്ടാലോ അവർ പേടിച്ചോടും. വല്ലാത്ത ഏത് സമയവും നിന്റെ സ്വർഗത്തിനായിട്ട്, നിന്റെ പ്രീതിക്കായിട്ട് നിന്നെ കാണാൻ ഏത് സമയം ദിക്റുകളാൽ നാവുകൾ നനയുന്ന മനുഷ്യന്മാരുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് മലക്കുകൾ കൊടുക്കുന്ന ആ റിപ്പോർട്ടിൽ അള്ളാഹു പറയുന്നുണ്ട്, എന്നാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാ. നമുക്കൊന്ന് ശീലിക്കണം, ഒരിക്കലും ഒഴിയാതെ നാവ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഓർമ്മയോടുകൂടി
ഒരു അർത്ഥം അറിഞ്ഞിട്ട് ഒന്ന് അള്ളാഹിനെ സ്തുതിച്ചേക്കണം, ഒന്ന് അള്ളാഹിനെ വാഴ്ത്തിയേക്കണം, ഒന്ന് അള്ളാഹുവിനെ പുകഴ്ത്തിയേക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പടച്ചവൻ അത്രമേൽ പ്രിയമാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അവരിത് ചൊല്ലലല്ല, അവർ വേറെ പണിയിലായിരുന്നു, അവരിത് ചൊല്ലുന്നില്ല ആ സമയത്ത്. സാരില്ല, അവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ നന്മയിൽ പോകുന്ന ആൾക്കാരും നന്മയുടെ സഹചാരികളും ഒന്നിച്ച് നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും, അവരിലും നന്മ ഉണ്ട്. അവർ ഏത് സമയം ഒരു പക്ഷേ ദിക്റ് ചൊല്ലുന്നില്ല, പക്ഷെ അവരെപ്പോഴും നന്മയുടെ ഒരു വൃത്തത്തിലാണുള്ളത്. അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഈ റമദാൻ ചില പുതിയ തീരുമാനങ്ങൾക്ക്, ക്ഷമയുള്ള കരുണയുള്ള പ്രാർത്ഥനയോടുകൂടി പോകുന്ന അറിവുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമ്മുടെ കയ്യിലാണ് ആദ്യം ആയുധം വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരായി മാറാനുള്ള അമലുകളിൽ, ദിക്റുകളിൽ, ഇബാദത്തുകളിൽ, ദാനധർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിലും വാക്കുകളിലും മുഴുകാൻ അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.